അത് എനിക്കും അറിയില്ല. എന്നോട് ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞു. ഇന്ന് സൺഡേ ആണ്, പുറത്ത് പോകണമെന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കി പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സിയാദൊന്ന് ഞങ്ങൾ കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ നഴ്സറി സിയാദും കൂടിയാണ് പോണത്. എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇയാളില്ല എവിടെയാണോ കൊണ്ടുപോകണ ആ ഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ചിലപ്പോൾ വല്ല കാടായിരിക്കും, ചിലപ്പോൾ വല്ല തോടായിരിക്കും, ഇനി വല്ല പുഴയോ കടലോ അങ്ങനെയാണോന്നൊന്നും പറയാൻ പറ്റൂല. അപ്പം ഇയാളില്ല എങ്ങനെയാണോ എവിടെയാണോ കൊണ്ടുപോണ് അവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ നേരം വൈകി ക്രിഞ്ചടിച്ച് പോണ ടൈമിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന പണിയാണ് ഈ റെയിൽവേ ക്രോസിങ്. ഇവിടെ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ ചിലപ്പോൾ ഞങ്ങളെ പിടിച്ചിടാറുണ്ട്. എന്നും കിട്ടും. ധൃതിയിട്ട് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ ആ ദിവസമൊക്കെ കിട്ടും. പക്ഷെ ധൃതി ഇല്ലാത്ത ദിവസം ഈ വഴി എങ്ങോട്ടൊക്കെ പോകണ്ട അന്നൊന്നും ഈ ക്രോസിങ് കിട്ടലില്ല. അങ്ങനെ ഞങ്ങള് വഴി കല്ലും മണ്ണല്ല റംബുട്ടാൻ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല മധുരം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് തന്നതാണ്. കഴിച്ചു നോക്കട്ടെ കേട്ടോ. ആതിരപ്പള്ളി പോവാന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ആതിരപ്പള്ളിയിൽ പോവാണ്. അപ്പൊ ഇനി അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളാണ്. ഞങ്ങളെല്ലാത്തിനാണ് ഞങ്ങളുടെ കസിന്റെ ഒരു കല്യാണത്തിന് ഇവിടെ ഒരു തൂക്കുപാലുണ്ട് കേട്ടാ. ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം. അവിടെ ഒരു തൂക്കുപാലോ പിന്നെ അവിടെ ഒരു കുട്ടികളെ ഒരു ചെറിയ പാർക്ക് മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ എന്തായാലും വാൾപ്പാറ ഫോറസ്റ്റ് കയറുന്നുള്ളതുകൊണ്ട് വന്നതുകൊണ്ട് ആ റൂട്ടിന് എന്നെ പോകാൻ തീരുമാനിച്ച്. ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ടൈം മിസ്സാവും. 5 മണിൻ്റെ ഉള്ളിൽ ഫുൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് തന്നെ കടക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കടത്തി വിട്ടില്ല. അപ്പം ഞങ്ങൾ എന്തായാലും ആദ്യം പോയ റൂട്ടിലേക്ക് മേലോട്ട് തന്നെ കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നത് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം വാട്ടർഫോൾസ് കാണാനാണ്. പക്ഷെ കുറച്ചുകൊണ്ട് എത്തിയപ്പോൾ വാൾപ്പാറയിൽ ഇപ്പം അത്യാവശ്യം ആനകളൊക്കെ ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വാൾപ്പാറ ഫോറസ്റ്റ് കൂടി ഒന്ന് പോവാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഞങ്ങളിവിടെ ആദ്യം ഫോറസ്റ്റിൻ്റെ ഓഫീസിൽ നമുക്ക് എഴുതി കൊടുക്കണം, അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നിസൽ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ എന്തെങ്കിലും പ്രത്യേകമായിട്ട് കാഴ്ചകൾ കാണുകയാണെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. നിസല് ഫുള്ള് ചോദിച്ചറിയുന്നുണ്ട് എപ്പോ ഏത് മൃഗം ഏതിലൂടെ വരും എന്നൊക്കെ തോന്നുന്നു. കാര്യമായിട്ട് ചോദിച്ചറിയുന്നുണ്ട്. മൃഗങ്ങളെ ഇതാക്കാൻ വേണ്ടിയാന്ന് വെച്ചിട്ട് വേട്ടയാടാൻ വേണ്ടിയാ പറഞ്ഞു വിടാണ്ടിരിക്കോ ഒരു ഡൗട്ട് ഉണ്ട്. ജസ്റ്റില് വന്നാ രക്ഷപ്പെട്ട് ഇല്ലെങ്കിൽ ഈ മനുഷ്യനക്ക് ഇത് എന്തിന്റെ കേടാ. അവരെ വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങി നോക്കണോടോ. ഇതിപ്പോ നമ്മൾ അവര് ടെസ്റ്റ് ചെയ്യണം, അവര് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അവിടുന്ന് എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നു. ഇപ്പൊ വന്നാ അറിയാം അവിടുന്ന് എന്തൊക്കെയാ പറഞ്ഞുള്ളത്. 5 മണിക്കുള്ളിൽ തിരിച്ചു. അത് ഞങ്ങൾ എന്തായാലും വാൾപ്പാറ റൂട്ടിൽ കയറിയിട്ടുണ്ട്. ഒരു ആനനെങ്കിലും കാണണം, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്.
അതിലിടക്ക് നിസലിന് അവര് തേന് വാങ്ങാനൊക്കെ ഇത് നോക്കി. അപ്പൊ നിങ്ങളവിടെ പറഞ്ഞത് മറ്റേ സാറ് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ തേന് വാങ്ങാന്നല്ല നിങ്ങള് പറഞ്ഞത് അല്ലേ? നിസല് ഇവിടെ ചിന്തിക്കുമ്പോ ഞാനത് ഇവിടെ പറയൂ. അതെ, പാലത്ത് കാണും. നിസലിന്റെ കള്ളത്തരങ്ങളൊന്നും ഇതിന്റെ അടുത്ത് നടക്കൂല. അപ്പൊ എന്തായാലും ഞങ്ങൾ ഒരു തവണ ഇതേപോലെ ഒതുക്കി വെക്കണ്ടോടത്ത് ഒതുക്കി വെക്കണം. ഓ അപ്പൊ കൊറേ ഒതുക്കുന്നുണ്ട് സാരം. അതെ, ഒതുക്കി വെക്കണം പക്ഷെ എല്ലാം അറിയാൻ പറ്റും. ഒതുക്കും പക്ഷെ അറിയാൻ പറ്റും. ഒതുങ്ങി ഞങ്ങൾ ഒരു തവണ ഇതേപോലെ ഈ വാൾപ്പാറ റൂട്ടിന് 5 മണിക്ക് ശേഷം അന്ന് ഞങ്ങള് എല്ലാ വണ്ടികളോടും പൊയ്ക്കോ ഞങ്ങള് ബാക്കിലുള്ളൂന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ആനന്റെ സ്മെല്ല് വന്ന് പിന്നെ ആനപ്പിണ്ടം അതേപോലെ ആന ഇങ്ങനെ ചില്ലൊക്കെ മരൊക്കെ ഒടിച്ചെടുക്കുന്ന സൗണ്ടൊക്കെ കേട്ടിട്ട് അന്ന് ഞങ്ങള് കിളി പാറിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഇതിന്റെ പുറത്ത് കടന്നാ മതി എന്നുള്ള രീതിയിൽ വന്ന ദിവസമൊക്കെ. അപ്പൊ ഇന്ന് എന്തെങ്കിലും ഒരു ജീവിനെ കാണണം എന്നുണ്ട്. അപ്പൊ എന്തായാലും പോയി നോക്കട്ടെ, റൂട്ട് നോക്കട്ടെ. ഇതാണോ താഴേക്കാണോ? താഴേക്കാണോ? അല്ല, അതാ റിസോർട്ടിക്കുള്ളതാ. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് റൂട്ട് ചെറുതായിട്ടൊന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ബാക്കോട്ട് എടുക്കുമ്പോ ശ്രദ്ധിക്കണേ. ഒരു ചേട്ടനതാ കീയന്റെ മണ്ടക്ക് ഇരുന്നിട്ടൊക്കെ പോകും. ഇതിന്റെ ഉള്ളിൽ ഇരുന്നാ കാണുന്നതന്നെയല്ലേ, എന്റെ തലയിൽ കയറി ഇരുന്നാലും കാണും. ഇപ്പൊ നമ്മള് ശരിക്കും പ്രകൃതിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ടാ തോന്നുന്നു. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല ഒഴുക്കൊക്കെ കാണുന്നുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ വെള്ളം കുടിക്കാൻ ആന വരലുണ്ട്. കാരണം മിസലിന്റെ ഭാഷയിൽ പറഞ്ഞ എലിപ്പൻ ചാണകം ഇവിടെ ഒരുപാട് ചേർക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല, കുറവാണ്. ഓഫ് റോഡ് പോലത്തെ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ജർക്കിങ് ഉണ്ടാവും. നിസലിനെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിസലിനെ പോലീസിൽ എടുക്കുക ഞാനൊന്ന് പറഞ്ഞു വിടുമെന്നൊന്നും അറിയില്ല. എന്തായാലും അവരുടെ അടുത്ത് എന്തൊക്കെ തിങ്സുകളൊക്കെ ഉണ്ട്, അതൊക്കെ പിടിപ്പിക്കാനുള്ള പരിപാടിയാ തോന്നുന്നു. എന്തൊക്കെ കൊടുക്കാനുള്ള പരിപാടിയാണ്. പിന്നെ അമ്മായിന്റെ വീടല്ലേ അതിന്റെ ഉള്ളിൽ കൊടുന്ന് വെച്ചിട്ട് കാട് മാത്രമുള്ള കടയില്ല.
ഫുഡ് കഴിച്ചിട്ട് പോവാന്നൊക്കെ പറയുന്നുണ്ട്. സാറൊക്കെ നമുക്ക് ഫുഡൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ട് തോന്നുന്നു. ഒരു റോഡിലോട്ട് കയറിയിട്ട് നല്ല കരച്ചിലുണ്ട്. അപ്പോൾ ഈ കാർഡ് കാണാൻ പേയ്മെൻ്റ് ഒക്കെ ഉണ്ട് തോന്നുന്നു. ഒരു ചെറിയ പേയ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര രൂപയെന്നുള്ളത് നിസിൽ വന്നാൽ അറിയാൻ പറ്റും. നമ്മൾ പോകുന്ന ഈ ഒരു റൂട്ടിന് 25 രൂപയാണ് കേട്ടോ പേയ്മെന്റ് വരുന്നത് ഈ ഫോറസ്റ്റില്. പക്ഷെ അവിടെ കാശൊന്നും വാങ്ങിയില്ലല്ലോ. അപ്പൊ 25 രൂപ പേയ്മെന്റ് ഇവിടെ ഉണ്ട്. ഇനി ഇതെന്തിനാണാവോ അറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് പോകുമ്പോ ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോവാനാ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് പോയ ഒരു സാധനം കിട്ടൂല എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2-3 ബോട്ടില് വെള്ളം, എന്താ പറയാ, ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാനുള്ള പാത്രം എടുക്കാൻ മറന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം, 2-3 ബോട്ടിൽ വെള്ളം, അങ്ങനെ 2-3 സാധനം വാങ്ങിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും അത് വാങ്ങിയിട്ട് പിന്നെ ഇത് വെച്ചിട്ട് തിരിച്ചു പോവാന്നാ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം എന്തായാലും ആദ്യം നമുക്ക് ഫുഡിനുള്ളത് നോക്കാം, എന്നിട്ട് തിരിച്ചു വരാം, റിട്ടേൺ വരാവേ.